എന്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ പെട്ടെന്ന് ബോധം കെട്ട് വീണു. എന്നിട്ട് ബോധം കെട്ട് വീണപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവർ കുറച്ച് കലഹങ്ങളൊക്കെ ഉണ്ടാക്കി ഭാര്യയുടെ ബോധം കെട്ടു. ഭർത്താവ് ആഞ്ഞ് നെഞ്ചെടുത്തിട്ട് അങ്ങോട്ട് കുത്താൻ തുടങ്ങി. ഭർത്താവ് കേട്ടിട്ടുണ്ട് CPR കൊടുക്കണം. അവസാനം ഈ നെഞ്ചത്ത് ഒരുപാട് ക്ഷതങ്ങളൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് ഭർത്താവിന് അബദ്ധം പറ്റുക? അപ്പോൾ CPR കൊടുക്കേണ്ട ഒരു സ്റ്റേജ് ആയിരുന്നോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അവിടെ ഇല്ല. ബോധം കെട്ട് വീണു, CPR കൊടുക്കണമെന്നായിട്ട് കേട്ടു. ശരിക്കും അങ്ങനെ ബോധം കെട്ട് വീഴുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട സംഭവമാണോ CPR? ആർക്കാ CPR കൊടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടല്ലേ പ്രശ്നം പറ്റിയത്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്നൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്താം. നമുക്കതിന് സമയമൊന്നുമില്ല. പലപ്പോൾ ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു വല്ലാണ്ടൊരു ഉത്കണ്ഠയൊക്കെ പെട്ടുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് ചെല്ലണം. ചിലപ്പോൾ നമ്മളൊരു വലിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും അതിനനുസരിച്ച് അങ്ങോട്ട് വെറീഡാവും. അങ്ങനെ വെറീഡാവാതെ കാം ആൻഡ് ക്വയറ്റായി പോകണം. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ധൃതിയിൽ എന്തെങ്കിലും അങ്ങ് എടുത്ത് ചെയ്തു വിടരുത്. നമ്മളിപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആദ്യം നമ്മൾ സേഫ്റ്റി നോക്കണം, അല്ല എടുത്ത് ചാടി വിടരുത്. ഇപ്പോൾ പണ്ട് നമുക്കറിയാമല്ലോ, കോഴിക്കോട് ഒരു അപകടം ഉണ്ടായ സമയത്ത് ഒരു ഒഴുക്കുചാലിലൊരു കുട്ടി വീണപ്പം അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ എടുത്ത് ചാടിയിട്ട് അവസാനം എന്തായി, അയാളുടെ ജീവനും പോയി. അപ്പം ചിലപ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾ മുങ്ങി കുത്താവുന്ന ഒരാൾ രക്ഷപ്പെടുത്താൻ പോയിട്ട് കാര്യമല്ല. നമ്മൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ ഒരു സമയത്ത് ചിലപ്പം അവിടെ ഒരു ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അത് അങ്ങോട്ട് പകരാതിരിക്കാൻ വേണ്ടിയുള്ളത് നോക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ, പേഷ്യൻറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവരെ സ്റ്റെബിലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ പെട്ടെന്ന് അവരെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മൾ അവരെ അനങ്ങാത്ത രീതിയിൽ നിലനിർത്തണം. അതും ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവേണ്ടതെന്ന് നോക്കാം നമുക്ക് കേട്ടോ. കോൾഡ് കംപ്രസ്, സിസേഴ്സ്, ഒരു ഗ്ലൗസ്, ഡിസ്പോസിബിൾ ഗ്ലൗസ് വേണം, അഡീസീവ് ടേപ്പ് വേണം, ആൻറ്റിസെപ്റ്റിക് വൈപ്പ് തുടക്കാൻ വേണ്ടിയിട്ട്, റെഗുലർ ബാൻഡേജ്, റോളർ ബാൻഡേജ് വേണം, സ്റ്റെറൈൽ ഗോസ് പാഡ്, അഡ്ഹസീവ് ബാൻഡേജ് വേണം, ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് വേണം, ട്രോമ പാഡ് വേണം, ഇലാസ്റ്റിക് റാപ്പ് വേണം, പ്രഷർ ബാൻഡേജ്, ട്വീസേഴ്സ് ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി, എമർജൻസി ബ്ലാങ്കറ്റ് വേണം. നമ്മൾ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെയുള്ളത്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെയാണ് വെച്ചതെന്ന് അറിയുമോ? ഓക്കെ നമുക്കെപ്പോഴും നമ്മൾ ആ ലൊക്കേഷൻ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊരു പുതിയ സ്റ്റാഫ് വരികയാണെങ്കിലും ഇത് എവിടെയാണ് സൂക്ഷിച്ചതെന്നുള്ളത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം.